അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസി സമൂഹമേ, സർവശക്തനായ നാഥൻ അവസാനമായി നമുക്ക് പ്രവാചകനായ മുഹമ്മദ് നബിയിലൂടെ അറബി സാഹിത്യകൃതിയുടെ അത്യുന്നതങ്ങളായ അതിബൃഹത്തായ ഒരു ഗ്രന്ഥം കൊടുത്തുവിട്ടു. ആ ഗ്രന്ഥത്തിൻ്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധനായ അള്ളാഹു കൊടുത്തുവിട്ട ആ വിശുദ്ധ ഖുർആനിൻ്റെ നിർണായകമായ ഭാഗമാണ് ഫാത്തിഹ സൂറത്ത് അഥവാ തുടക്ക അധ്യായം. അല്ലെങ്കിൽ നമുക്ക് ജഹന്നം അഥവാ നരകം ഹറാമാക്കി സ്വർഗത്തിലേക്കുള്ള താക്കോൽ. അല്ലെങ്കിൽ ഒരു മനുഷ്യ ഹൃദയത്തെ നാം ബന്ധപ്പെടുത്തി സംസാരിച്ചാൽ നമ്മുടെ ഹൃദയമാണ് ഫാത്തിഹ. ആ ഹൃദയത്തിൻ്റെ പൾസാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അതൊരു മനുഷ്യകുലത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ എന്നു തന്നെ വിശേഷിച്ചുകൊണ്ടാണ് നാം ഈ ഫാത്തിഹ സൂറത്തിനെ കാണേണ്ടത്. അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് 5 നേരവുമുള്ള സാഷ്ടാംഗം അഥവാ മുസ്ലിമിന് നിസ്കാരത്തിൽ നിർബന്ധമായി പാരായണം ചെയ്യേണ്ട ആ ഒരു സൂറത്തിൻ്റെ അതിൻ്റെ നിർവചനം ഞാൻ നിങ്ങൾക്ക് ചെറിയ തോതിൽ പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിനുള്ളതാകുന്നു. അർറഹ്മാനിർ റഹീം, അവൻ കാരുണ്യവാനും കരുണാനിധിയുടെ ഉടമസ്ഥനുമാണ്. മലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസം അഥവാ അന്ത്യനാളിൻ്റെ ഉടമസ്ഥനും അവൻ തന്നെയാണ്, അഥവാ പുനർജന്മം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം പ്രാർത്ഥനകളും സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഒരു മനുഷ്യകുലത്തിൻ്റെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഭാഗം. അഥവാ നമ്മുടെ ഹാർട്ട് സ്പന്ദനം ചെയ്യപ്പെടേണ്ടത് ഈ രീതിയിലാണ്. ഇത് നിലച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത് വിട്ടുകഴിഞ്ഞാൽ അയാളുടെ ഹൃദയം സ്തംഭിച്ചു. അതോടുകൂടെ ആ മനുഷ്യജീവൻ അല്ലെങ്കിൽ ആ ജീവൻ മരണപ്പെട്ടു. അതിന് തുല്യമായി നാം ഈ ഖുർആനിനെ കാണുക. അങ്ങനെ ഈ ഖുർആനിനെ കാണുമ്പോഴാണ് ഈ 5 നേരം നാം എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് നിർബന്ധമായി ഇത് വായിപ്പിക്കുന്നത് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുക. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന വിശുദ്ധ ഖുർആൻ വചനം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഒരു ജീവിത രീതിയിൽ അല്ലെങ്കിൽ ജീവിത അവസാനം വരെ നാം പുലർത്തപ്പെടേണ്ട ഈ ഫാത്തിഹയാണ് നാം കൈവിട്ടു പോയത് എങ്കിൽ അവൻ്റെ പേര് മുഹമ്മദോ ശ്രീകൃഷ്ണനോ അല്ലെങ്കിൽ യേശുവോ അല്ലെങ്കിൽ മറ്റ് ആരുമാവട്ടെ, അവനെ ദൈവം അല്ലെങ്കിൽ അള്ളാഹു അല്ലെങ്കിൽ ജഗദീശ്വരൻ അല്ലെങ്കിൽ യഹോവ കൈവിട്ടു എന്നർത്ഥം.
അതുകൊണ്ട് തന്നെ ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ഗ്രന്ഥമാണ്. അവർക്ക് സമാധാനപരമായി അഥവാ ഇസ്ലാം അഥവാ സിൽം ഈ പദത്തിൽ നിന്നും ഉത്ഭവിച്ച ഇസ്ലാം പിന്നെ എങ്ങനെയാണ് അക്രമത്തിൻ്റെ പാതയായത് എന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ സന്മാർഗികളുടെ മാർഗത്തിൽ ഞങ്ങൾ നീ ചേർക്കണേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിൽ നിന്നും ഞങ്ങൾ നീ അകറ്റി നിർത്തി, അക്രമത്തിൻ്റെ പാതയിൽ നിന്നും ഞങ്ങൾ നീ ഒഴിവാക്കി, നീ ഞങ്ങളെ അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക് നയിക്കണേ നാഥ. ഇതിൽ എവിടെയാണ് മിസ്റ്റേക്കുള്ളത്? ഏതു വചനമാണ് അക്രമത്തിനും മറ്റു പ്രതിസന്ധിക്കും കാരണമായത്? ഇത് ഒരു മുസ്ലിമിന് വേണ്ടി മാത്രമുണ്ടാക്കിയ ഗ്രന്ഥമാണോ അല്ലയോ എന്ന് ഏതൊരു ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യജീവികുലം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ എങ്ങനെ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തും? എങ്ങനെ ഖുർആനെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും? പിന്നെ മതപുരോഹിതന്മാരോ മതനേതാക്കളോ മറ്റുള്ളവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ അവരുടെ അധികാരത്തിനോ സമ്പത്തിനോ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇസ്ലാമിൻ്റെയോ ഖുർആനിൻ്റെയോ അള്ളാഹുവിൻ്റെയോ അല്ലെങ്കിൽ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ഭാഗമല്ല എന്ന് ഉൾക്കൊള്ളുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. അതോടൊപ്പം ഈ യുദ്ധം അവസാനിക്കാൻ ഈ വാക്കുകൾ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. അർഹമായ പ്രതിഫലം സർവശക്തൻ നമുക്ക് നൽകുമാറാവട്ടെ.